ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇത് ഞാൻ ജൂൺ 20 ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് സമയം കിട്ടാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകി. 20-ാം തീയതിയാണ് ഷെയ്റാക്കൂൻ്റെ സെലിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇന്ന് 16-ാം വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞങ്ങളിതാ സ്കൂളൊക്കെ വിട്ട് വന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വൈകുന്നേരം അവിടെയാണ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ സയ ബേക്കറിയിൽ കയറി അവർക്കൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. താത്ത വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. താത്തയുണ്ട് അങ്ങോട്ട്. പക്ഷേ താത്ത അവരോട് പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. അപ്പോൾ താത്ത ഉള്ള കാര്യം അവർക്ക് സർപ്രൈസാണ്. പിന്നെ ഇന്ന് അതിനു സ്കൂളിൽ പോയ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ ഉച്ചവരെ സ്കൂളിൽ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ സനയും കുട്ടികളും അവരുടെ സ്കൂളിൽ നേരെ ഉച്ചയ്ക്ക് തന്നെ സെലിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാനും ഉമ്മയും ഇപ്പയും കാക്കും കുട്ടികളും താത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ താത്ത വന്നപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിക്കോണം കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ടീച്ചറുടെ പേരെന്താ? ഷമീറ. ആ പിന്നെ ഫ്രണ്ട്സ് ആയോ? ഫ്രണ്ടിന്റെ പേരെന്താ? നാളെ പോണ്ടേ സ്കൂൾക്ക്? അപ്പോൾ ഞാൻ അയിനോട് സ്കൂളത്തെ വിശേഷമൊക്കെ ചോദിച്ചതാണ് കേട്ടോ. അയിനൂൻ്റെ അമ്മായിയുടെ താത്താൻ്റെ കുട്ടി അവൻ്റെ ക്ലാസ്സിലുണ്ട്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലത്തെ കുട്ടി അവൻ്റെ ക്ലാസ്സിലുണ്ട്. അതോടെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, സ്റ്റാർട്ടിങ് ട്രബിളൊന്നുമില്ല. ആൾ ഭയങ്കര കൂളാണ്. അപ്പോൾ അതാ എവിടെയായാലും നൈഷു കാക്കുൻ്റെ മടിയിൽ തന്നെയാവും കേട്ടോ. ഞാനിതാ ചെന്നിട്ട് ഞാൻ പായസപ്പണിയിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ ലേസെലിക്കും ഷെയ്റാക്കൂനും ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ നിറച്ച് ചെടികളാണ്, മുന്നിലും ഉള്ളിലൊക്കെ ചെടികളാണ്. എവിടെ പോയാലും ഒരു ചെടിയും ചെടിച്ചട്ടിയും വാങ്ങിയിട്ടേ വരുള്ളൂ കേട്ടോ, പ്രത്യേകിച്ച് ഷെയറാക്കും. അപ്പോൾ സെലിക്ക് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ നനക്കലും അല്ലെങ്കിൽ ഉണങ്ങി പോകില്ല എന്നൊക്കെ അത് ടെൻഷനൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്ന് നിന്നാലും ഞങ്ങൾ രണ്ടാളും സ്കൂട്ടിയിൽ പോയിട്ട് ഇടയ്ക്കത് നനക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ സെലിയുടെ അവിടുത്തെ ഷെയ്റാക്കൂൻ്റെ അമ്മയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഷെയ്റാക്കൂൻ്റെ അമ്മയും അനിയനും പിന്നെ അനിയൻ്റെ വൈഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുറച്ചേരൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന്. പിന്നെ ഷെയ്റാക്കൂൻ്റെ 2 ഫ്രണ്ട്സും അവരുടെ വൈഫും അങ്ങനെ ഫാമിലിയായിട്ട് അവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കലാണ് കേട്ടോ. ഒക്കെ റെഡിയാക്കിയിട്ട് ഫുഡ് വാങ്ങിച്ചതായിരുന്നു. ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ അവിടെ പൊരിച്ചു. ചിക്കന് പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി. പിന്നെ ബീഫ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, പൊറോട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഫുഡൊക്കെ. പിന്നെ അപ്പത്തിന് ഷെയ്റാക്കൂൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ലേ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവരെ 4 പേരെയും നമ്മൾ ഫസ്റ്റ് ഭക്ഷണം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അവർ പോയിട്ടാണ്, അവർക്ക് തിരിച്ച് തിരൂർ തന്നെ എത്തണമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ അവരെ വിട്ടു. അവരൊക്കെ കഴിച്ച് വിട്ടിട്ടാണ് നമ്മൾ കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ജെസ്സിയും ഹുസൈനും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് വൈകിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ വരുന്നപ്പോഴത്തേനും കുറച്ച് ആളുകളുടെയൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് അവരുടെ കളി കേട്ടോ. ഒരാളൊരു സാധനം എടുക്കും, അപ്പോൾ അടുത്ത ആൾക്കത് വേണം. ഇപ്പോൾ അയാശ് വന്നാൽ വണ്ടി വന്ന് വാങ്ങി. ഇത് അടുത്തത് ഞാൻ നൈഷുവിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ചെണ്ട കൊടുത്തത് കേട്ടോ. അപ്പോൾ അവനക്ക് ചെണ്ട വേണം. ഞാൻ ചെണ്ട അവൻ കിട്ടാത്തതിന് നിലത്ത് കടന്ന് ഉരുണ്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് കളി കണ്ടിരിക്കാൻ. പക്ഷെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ തമ്മിൽ തന്നെ ഡീൽ ചെയ്യും. കാരണം അവർ ഇപ്പോൾ തല്ലുകൂടിയാലും കുറച്ച് കഴിഞ്ഞാൽ പോലെ അത്ര നല്ല ഫ്രണ്ട്സ് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതിലൊന്നും ഇടപെടാൻ പോകാണ്ട് അവർ തന്നെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. അപ്പോൾ നിഷി ആച്ചി ഉണ്ടാവും മുന്നിലും പിന്നിലും. പോരുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം, കുട്ടികളവർ നല്ലോണം നോക്കും. അപ്പോൾ ഇതിന് നല്ല വൈകിട്ടാണെങ്കിലും ജെസ്സിയും ഹുസൈനും എത്തിയിട്ടുണ്ട് കേട്ടോ. സമക്കുട്ടി ആളുകളെ കണ്ട വാശി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേക്ക്. ഇനി കേക്ക് കട്ടിങ്ങൊക്കെയാണ്. അപ്പോൾ കേക്ക് ബോക്സിൽ നിന്ന് ഞാൻ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിന് സെലിക്കും ഷെയ്റാക്കിനും എന്തൊരു തിരക്കിൽ വിട്ടിട്ട് അവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റണില്ല. അതിൽ കുട്ടികൾ ഇങ്ങോട്ട് ചുറ്റിയിട്ട് എണ്ണിയിരിക്കുകയാണ് കേട്ടോ. അവരൊക്കെ 1 2 3 4 അങ്ങനെ എണ്ണിയും കൊണ്ടിരിക്കുകയാണ്. വാ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഈ കേക്കൊക്കെ കട്ട് ചെയ്യലാണ്. കുട്ടികളെല്ലാവരും ഉണ്ടാവും കേട്ടോ. കേക്ക് കട്ട് ചെയ്യണ സമയത്ത് എന്ത് പരിപാടിയാണെങ്കിലും എല്ലാവർക്കും കട്ട് ചെയ്യണം. പിന്നെ എന്ത് പരിപാടിയാണെങ്കിലും അവർക്ക് കട്ട് ചെയ്യണ സമയത്ത് പറയേണ്ടത് ഹാപ്പി ബർത്ത്ഡേ മാത്രമേ അവർക്ക് പറയാനറിയുള്ളൂ. അപ്പോൾ അതാ ലാസ്റ്റ് എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്തിന് കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിഫ്റ്റൊക്കെ ഷെയ്റാക്കൂന് സെലി ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സെലിക്ക് ഷെയ്റാക്കു ഒരു ഡയമണ്ട് റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് കൈമാറ്റങ്ങളൊക്കെ നടന്നു. ജെസ്സി എന്തോ ഒരു ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു മിററും എന്തോ ഒരു ലൈറ്റ് പോലത്തെ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞ്
ഞങ്ങൾ ഹാപ്പി ആയിരുന്നു, സന്തോഷമായിട്ട് പിരിഞ്ഞു. വലിയതായിരുന്നു കേട്ടോ സെലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഡയമണ്ടിൻ്റെ റിങ്. എന്തായാലും അടിപൊളിയായിട്ടില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.